ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ബബിൾസ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് എന്താണ് ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളതെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്കും എനിക്കും ഒരുപോലെ ഫലപ്രദമായിട്ടുള്ള ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ മാസ്ക് ആയിട്ടാണ് ആ, വന്നിട്ടുള്ളത്. എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. വെരി സിമ്പിളാണ്, ഭയങ്കര യൂസ്ഫുള്ളാണ്. നല്ല അടിപൊളി ഹെയർ മാസ്ക് ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഹെയർ കൊഴിച്ചിലിനും മുടിയുടെ കൊഴിച്ചിലിനൊക്കെ നിൽക്കാനും മുടി നല്ല സ്മൂത്ത് ആവാനും എല്ലാത്തിനും നല്ല അടിപൊളി. ആ ഹെയർ മാസ്കിനെ നമ്മൾ ഫേസിലും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി. ഫേസ് ടു ഹെയർ രണ്ടിനും കൂടിയിട്ടുള്ള ഒരു അടിപൊളി സംഭവമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാണൂ, കണ്ടിട്ട് അഭിപ്രായം പറയും. ചിലരൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും, ചിലവർ അറിയാത്തവർ ഇതുകൂടെ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കൂ. എനിക്ക് നല്ല മാറ്റമുണ്ട്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ഒരു മാസമൊക്കെ ഇങ്ങനെ നമ്മൾ റെഗുലർ അല്ല, വീക്കിൽ 1-2 പ്രാവശ്യം ഒരു വീക്കിൽ 2 പ്രാവശ്യമായിട്ട് മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ദിവസം നമ്മൾ ഒരു ബോട്ടിലാക്കിയിട്ടൊക്കെ വെച്ച് സ്പ്രേ അടിച്ചിട്ട് നമ്മൾ ജസ്റ്റ് മസാജ് ചെയ്തിട്ടിട്ട് അങ്ങനെ ഒരു മാസം ആകുമ്പോഴത്തേനും നിങ്ങളുടെ മുടി സത്യമായിട്ട് നല്ല വ്യത്യാസം കാര്യങ്ങളും കാണുന്നതാണ്. ഈസ്റ്റൻ്റ്ലി ആയിട്ടും അത് റിസൾട്ട് തരുമെന്ന് വിചാരിക്കരുത് ആരും. നന്നായിട്ട് സമയം എടുത്തിട്ട് തന്നെ ആണ് കിട്ടുക നമുക്ക് റിസൾട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ കണ്ടു നോക്കി എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഒരു പ്രത്യേക കാര്യം, ഫസ്റ്റായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും കണ്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതെല്ലാവരും നല്ല ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നോക്കാം, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന്. അധികമൊന്നും വേണ്ട, ആകെ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ സംഭവം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഹെയർ മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ, റോസാപ്പൂവില്ലേ അത് വേണം, 2 റോസാപ്പൂ വേണം കേട്ടോ. ചുവപ്പ് റോസാപ്പൂ, പനിനീർപ്പൂവ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതാവും ഏറ്റവും ബെറ്റർ. ഇത് ഞാൻ വീഡിയോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ വേണ്ടത് നമ്മുടെ മേത്തി, ഉലുവയാണ് വേണ്ടത്, കുറച്ച് മതി കേട്ടോ. പിന്നെ അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ ഫ്ലാക്സി സീഡ്സ്, അതാണ് വേണ്ടത്. ചണവിത്തില്ലേ അതാണ് വേണ്ടത് നമുക്ക്. ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമ്മുടെ ഹെയർ മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഈ പനിനീർപ്പൂവ് ഇടണോണ്ട്, നമ്മുടെ റോസാപ്പൂ ഇടണോണ്ട് ഈ നമുക്ക് ഉലുവയുടെ മണമൊന്നും നമ്മുടെ ഈ മാസ്കിൽ എടുക്കില്ല കേട്ടോ. സ്മെല്ല് തോനെയായിട്ട് എടുക്കില്ല. അതിൻ്റെ ഉലുവ ഇട്ട് കഴിഞ്ഞാൽ ഉലുവയുടെ ഒരു മണം എടുക്കില്ലേ, അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഉലുവ ഇട്ടിട്ടുണ്ടെങ്കിൽ മണക്കൊന്ന്, ഉലുവയുടെ ആ സ്മെല്ലേ എടുക്കില്ല. നമ്മുടെ പനിനീർപ്പൂ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉലുവയുടെ സ്മെല്ല് ഉണ്ടാവില്ല. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ഇത് പുറത്തേക്ക് പോകുമ്പോഴൊക്കെ ഒന്ന് ഹെയർ സിറമായിട്ടും അടക്കം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഒന്ന് മുടിയൊക്കെ ഒന്ന് ഒതുങ്ങാൻ വേണ്ടിയിട്ടായിട്ട് ഇത് ചെയ്യുക. അങ്ങനെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. സിറായിട്ടും ഹെയർ മാസ്ക് ആയിട്ടും പിന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാനും കൂടിയിട്ടാണ്. 3 തരത്തിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫ്ലാക്സ് സീഡ് എടുത്തു, എനിക്ക് ആവശ്യമുള്ളത്. നിങ്ങൾ എത്ര ഉണ്ടാക്കുന്നത്? ഞാനിത് 2 ആഴ്ചയ്ക്കായിട്ടാണ് ഉണ്ടാക്കി വെക്കുന്നത് കേട്ടോ. ഒരാഴ്ചയിൽ ഞാൻ 2 പ്രാവശ്യം ഇടും, 3 പ്രാവശ്യമായിട്ട് ഹെയറിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ഇത് ഒരാഴ്ചയ്ക്കായിട്ടുണ്ടാവും. പിന്നെ ഹെയറിൽ ദിവസമായിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും. പുറത്തേക്കൊക്കെ പോകുമ്പോൾ മുടി ഇങ്ങനെ ഊതളിച്ച് നിൽക്കുമ്പോഴൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയും ചെയ്ത് കൊടുക്കലുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് ഉണ്ടാക്കി വയ്ക്കുക, എന്നിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക ചെയ്യുക. ആവശ്യത്തിന് അതിന് സ്പൂണിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ഉപയോഗിക്കുക ചെയ്യുക. അപ്പോൾ ഞാനിത് അടുപ്പത്ത് വെച്ച് നന്നായി തിളപ്പിച്ചതിന് ശേഷം നമ്മുടെ ചണവിത്തും മേത്തിയും ഉലുവയും കൂടി നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് ഞാൻ റോസാപ്പൂ ഇട്ട് കൊടുക്കുന്നത്. റോസാപ്പൂ ഇട്ടിട്ട് ഒരു 3 മിനിറ്റ് 4 മിനിറ്റോളം, കയറി 5 മിനിറ്റോളം നന്നായി തിളച്ചോട്ടെ. കാരണം ആദ്യം നമ്മുടെ ചണവിത്തും ഉലുവയും നന്നായി വെന്തതിന് ശേഷം കട്ടിയായിട്ട് വരില്ലേ, നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ ഒരു കട്ടിയായിട്ട് വരും നമ്മുടെ ഈ മിക്സ്. അപ്പോൾ ഇത് റോസാപ്പൂവിൻ്റെ ഇതളുകൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു 5 മിനിറ്റ് തിളപ്പിക്കുക. മൊത്തം ഇതൊരു 15 മിനിറ്റ് 20 മിനിറ്റ് വേണ്ടില്ല, 15 മിനിറ്റ് തന്നെ മതി ഇട്ട് തിളപ്പിച്ച് ഇതിങ്ങനെ കുറിഞ്ഞ് വരണം കേട്ടോ. ഈ പരുവാകുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തിട്ട്
മാറ്റി വയ്ക്കുക. ഒന്ന് തണുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ അരിപ്പ വെച്ചിട്ട് ഇത് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഈ പരുവത്തിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഈ ഹെയർ മാസ്കിന് തലയിൽ ഇങ്ങനെ പിടിച്ചിരിക്കണമല്ലോ, അപ്പോൾ ഇതാ ഈ പരുവം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ടുള്ളൂ കേട്ടോ, നല്ല ചൂടാറിയിട്ടില്ല. ഇത് അരിച്ചതിന് ശേഷമാണ് ഞാൻ തണുപ്പിക്കാൻ വെക്കുന്നത്. ഇതുപോലത്തെ നല്ല വായു കടക്കാത്ത പാത്രം ഉണ്ടാവും, വലിയ ഡപ്പകൾ, അതിലാക്കി വയ്ക്കുക. ഇനി ഞാൻ സിറായിട്ട് യൂസ് ചെയ്യണതെന്ന് പറഞ്ഞില്ല, അത് അങ്ങനത്തെ സ്പ്രേ ബോട്ടിൽ നിറച്ച് വയ്ക്കുക. മറ്റതൊന്ന് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക കേട്ടോ, ഒരു കുഴപ്പവും വരില്ല. അപ്പോൾ നമ്മുടെ ഈ ഹെയർ മാസ്ക് നന്നായിട്ട് തണുക്കട്ടെ. അതിൻ്റെ അപ്പുറത്തൊരു സാധനം ഇരിക്കുന്നില്ലേ, അത് നമ്മൾ ബാക്കി വന്നിട്ടുള്ള അതിൻ്റെ ചണ്ടി എന്നൊക്കെ പറയില്ലേ, അത് ഞാൻ എന്ത് ചെയ്യും, അത് ഞാൻ വേസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഞാനത് ഒരു മിക്സി എടുത്തിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചിട്ട് ഞാൻ തലയിൽ തേച്ചിട്ട് ഒരു 20 മിനിറ്റ് വയ്ക്കും കേട്ടോ. അതിന് കൂടുതലും വയ്ക്കുകയൊക്കെ ചെയ്യുക, പക്ഷേ കുഴപ്പമൊന്നുമില്ല. ഞാൻ 20 മിനിറ്റ് വെച്ചിട്ട് ഒന്ന് നന്നായി ഡ്രൈ ആയതിന് ശേഷം അതെടുത്തിട്ട് കഴുകി കളയും. നമ്മൾ തലേന്ന് അത് കഴുകി കളയും. ഷാമ്പു ഒന്നും യൂസ് ചെയ്യണ്ട, ഒരു കെമിക്കൽ ഷാമ്പു, ഒരു താളി ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ എല്ലാവരും വിചാരിക്കും ഇത് തലയിൽ ഇങ്ങനെ പറ്റി പിടിക്കുന്നു. ഒരു പറ്റി പിടിക്കലും ഒന്നുമില്ല കേട്ടോ. തോനെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകി കളയുക. അപ്പം അതിൻ്റെ ചണ്ടി ഞാൻ വെറുതെ വിടാറില്ല, അത് ഞാൻ ഉപയോഗിക്കലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് തണുത്ത് റെഡി ആയിട്ടുണ്ട്, തണുത്ത് നന്നായി റെഡി ആയിട്ടുണ്ട്. എന്നാൽ ഞാൻ അടച്ച് വെച്ച് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുകയും ചെയ്യുക. പിന്നെ അടുത്തത് ഞാൻ പറഞ്ഞില്ലേ മാസ്ക്, ഈ മാസ്ക് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യട്ടെ. ഒരു തുള്ളി എടുത്തിട്ട് മുഖത്തും നമ്മൾ തലയിൽ തേക്കുമ്പോൾ തന്നെ മുഖത്തും തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഗ്ലോ കിട്ടും. നമ്മുടെ ഫേസിന് നന്നായിട്ട് വ്യത്യാസം അറിയാം നിങ്ങൾ തേക്കുമ്പം. ഇനി ദിവസം തേക്കുകയാണെങ്കിൽ ദിവസം തേക്കുക, ഒരു കുഴപ്പമോ കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. മുഖത്ത് തേക്കണോണ്ട് അപ്ലൈ ചെയ്യണോണ്ട് അങ്ങനെ കറുത്ത പാടുകളൊക്കെ വന്നിട്ടുണ്ടാവില്ല, അതൊക്കെ മാഞ്ഞു പോവേ. അത് കുറച്ച് 1-2 ദിവസം ചെയ്യുമ്പോൾ മായുന്നൊന്നുമില്ല. അപ്പോൾ കുറച്ച് നാൾ അടുപ്പിച്ച് ചെയ്താൽ തന്നെ ഇത് മായുള്ളൂ മുഖത്തുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഹെയർ നീളം വയ്ക്കുകയും ചെയ്യും, ഹെയറിന് ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും, മുടി കൊഴിച്ചിലൊക്കെ നിൽക്കൂട്ടെ. അത് നല്ല അടിപൊളി സാധനം. അപ്പോൾ ഞാനത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ അരച്ചെടുത്ത് എന്നിട്ട് തലയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും. നമ്മുടെ തലയോട്ടിയിൽ നന്നായിട്ട് ഇട്ടിട്ട് 20 മിനിറ്റും. അതിൻ്റെ മുന്നേ നിങ്ങൾ എണ്ണ തേക്കണവരുണ്ടാവില്ലേ, എണ്ണ തേച്ചിട്ട് ഇനിയിപ്പോൾ എണ്ണ തലയിലുള്ള ആണെങ്കിലും ഒരു പ്രശ്നമില്ല. എണ്ണ തേച്ചതിന് ശേഷം ഹെയർ മാസ്ക് യൂസ് ചെയ്യുക കേട്ടോ. 1 മണിക്കൂറോ 1.5 മണിക്കൂറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം വരെ വയ്ക്കാം. പക്ഷേ തലവേദനയൊക്കെ ഉള്ളവർ എന്തായാലും 20 മിനിറ്റ് 15 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. അല്ലാത്തവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര വെച്ചിട്ട് കഴുകിക്കളയും. അപ്പം ഇതിങ്ങനെ നല്ല വഴുവഴുപ്പാണ്. അപ്പോൾ തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. 2 കൈ വെച്ചിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ചോളും. അപ്പോൾ ഞാനിത് ഒരു കൈ വെച്ചിട്ട് ഇങ്ങനെ തേക്കുമ്പോൾ എനിക്ക് വലിയ കംഫർട്ടബിളായി തോന്നണില്ല. അപ്പോൾ ഞാൻ 2 കൈ തേച്ച് പിടിപ്പിച്ചിട്ട് വരാം കേട്ടോ. ഇത് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പഴയ ഡ്രസ്സൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇത് ചെയ്യുമ്പോൾ. കാരണം ചണവിത്ത് ഈ മേലൊക്കെ പറ്റി പിടിച്ചിട്ട് ഇങ്ങനെ കണ്ടില്ലേ ഇരിക്കണത്. അപ്പോൾ അതുകൊണ്ട് പഴയത് യൂസ് ചെയ്താൽ മതി ഡ്രസ്സ്. മറ്റേത് ജെല്ല് ഉപയോഗിക്കുമ്പോൾ പഴയ ഡ്രസ്സ് തന്നെ യൂസ് ചെയ്തോളൂ കേട്ടോ. അതിന് ഇങ്ങനെ ജെല്ല് ഇതാക്കി എടുക്കും. അപ്പോൾ ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വെറ്റായിട്ടുള്ള മുടിയായിട്ടാണ് ഇപ്പോൾ കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് ഭയങ്കര സോഫ്റ്റായിട്ടുണ്ട് മുടി. നല്ല സിൽക്കി പോലെ നല്ലൊരു സോഫ്റ്റ്നെസ് മുടിക്ക് വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂട്ടോ.